ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്കും യൂബർ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആശർ മെഡ് സിറ്റിയിലോട്ട് ഒരു ട്രിപ്പ് കിട്ടിയിട്ടോ. അങ്ങനെ ആശർ മെഡ് സിറ്റിയിൽ ആ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ റിസർവേഷൻ ട്രിപ്പ് കിടപ്പുണ്ടായി. അങ്ങനെ ആ ട്രിപ്പ് എടുത്ത് കാക്കനാടേക്കായിരുന്നു. നമുക്ക് കാക്കനാടേക്ക് 10:30 ഫ്ലാറ്റിൽ ഓട്ടോ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റിസർവേഷൻ ട്രിപ്പിലെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. 8:40 കേട്ടോ പിക്കപ്പ് ഉള്ളത്. നമുക്കൊരു 9:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ച് ഫ്ലാറ്റിലെത്തുമ്പോഴത്തേക്കും ഏകദേശം ടൈം ആവും കേട്ടോ. 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് നോക്കാമെന്നും പറഞ്ഞ് നോക്കിയിരിക്കണേ കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിലെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ കാക്കനാട് തൃക്കാക്കരയിൽ ഉമാ തോമസാണ് ജയിച്ചേക്കണത്. അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ട്രിപ്പിൻ്റെ ക്യാഷ് നമുക്ക് കസ്റ്റമർ തന്നിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു, ചാർജ് കയറുണ്ടായില്ല. കാറിൽ കയറിയപ്പോൾ തന്നെ 1% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഫോൺ ഓഫായി പോയി. ആളുടെ നമ്പറൊക്കെ തന്നിട്ട് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി, 2-3 മണിക്കൂറിനുള്ളിൽ ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവസാനം നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എറണാകുളം സൗത്തിലുള്ള ഉമ്മീസിലാണ് ഫുഡ് കഴിക്കാൻ വന്നേക്കണത് കേട്ടോ. ശ്യാമലുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഓരോ ചിക്കൻ ബിരിയാണിയും പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്പോട്ടിലെത്തും. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് സൗത്തിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി വീണ്ടും. അതിന് മുമ്പ് 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് CNG ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കണം കേട്ടോ. 5 മണിയായപ്പോഴത്തേക്കും നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് 5:30 റിസർവേഷൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും എടുത്ത് കിഴക്കമ്പലത്തേക്കായിരുന്നു. അങ്ങനെ ആ കസ്റ്റമർ നമ്മളെ അപ്പം തന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ കസ്റ്റമറെ കൊണ്ട് കിഴക്കമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടോ. മഴ കാരണമായിരിക്കും ബ്ലോക്ക് എന്നാണ് വിചാരിച്ചത്. പക്ഷേ UDF ജയിച്ചതിൻ്റെ പാർട്ടി ആഘോഷമായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പേട്ട മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറി നിന്ന് അങ്ങനെ റോഡ് മൊത്തത്തിൽ ബ്ലോക്കായി. അങ്ങനെ 6:45 ആയപ്പോഴാണ് നമ്മൾ കിഴക്കമ്പലത്ത് എത്തിയത്. 6:20 എത്തേണ്ടതായിരുന്നു. ആ ബ്ലോക്ക് കാരണമാണ് നമ്മൾ ലേറ്റ് ആയത്. ഈ സമയം എറണാകുളത്തൊക്കെ നല്ല ഫുൾ സർജാണ്. പക്ഷേ ഞാൻ ഇരിക്കുന്നത് കിഴക്കമ്പലത്തായതുകൊണ്ട് എനിക്ക് ആ സർജൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നെട്ടൂർ ചന്തയുടെ അടുത്താണ് കേട്ടോ. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഈ വഴിയിലാണ് എൻ്റെ ഒരു പെങ്ങളുള്ളത് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ പെങ്ങൾ മിക്കവാറും മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്, നീ എന്താണ് ഈ വഴിക്ക് പോയിട്ട് ഇവിടെ കയറാഞ്ഞതെന്ന്. എനിക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി, അതുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ക്രൗൺ പ്ലാസയിൽ നിന്ന് ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. ഞാനങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞ് കാക്കനാട് തന്നെ എത്തി കേട്ടോ. 11 മണിയായിട്ടുണ്ട് ഇപ്പോൾ സമയം. വീട്ടിലോട്ട് ലൊക്കേഷൻ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വെണ്ണലയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി ഇനി എന്തായാലും ഇപ്പോൾ വീട്ടിലോട്ട് പോകാം. സമയം 11 മണിയായിട്ടുണ്ട്. നമുക്കൊന്ന് അത്യാവശ്യം നല്ല ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. 17 ട്രിപ്പോളം നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഒരു പേഴ്സണൽ ട്രിപ്പും ഉണ്ടായി. പിന്നെ നമുക്ക് പൈസ തരാനുണ്ടായ കസ്റ്റമർ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുതന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.